നമുക്കറിയാം, ആദ്യത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസ്. വിശുദ്ധ പത്രോസ് ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹം ജനിച്ചതൊക്കെ ബെത്സയിദായിലാണ്. യോനായുടെ മകനായി ജനിച്ചു. സഹോദരൻ അന്ത്രോയോസാണ്. ഇവരെ ഒരു മീൻപിടുത്തമായിരുന്നു ഇവരുടെ കുടുംബത്തിൻ്റെ ജോലി എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരിക്കൽ അപ്പനും മക്കളൊക്കെ ചേർന്ന് അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് ഈശോയെ കാണുകയാണ്. ഈശോ ഇതാ പത്രോസിനെ വിളിക്കുക. പാറ എന്ന അർത്ഥമുള്ള ആ പേര് നൽകിക്കൊണ്ട് പത്രോസിനെ വിളിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ ആ വിളി സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് പത്രോസ് കടന്നു വരുന്നു. അന്നു മുതൽ ഈശോയുടെ വിശ്വസ്തനായ ഒരു ശിഷ്യനായി പത്രോസ് തീരുകയാണ്. വിളി കേട്ട നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ ഒരു നല്ലൊരു ശിഷ്യനായി തീർന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് നമുക്ക് പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാം. ഈശോയുടെ കൂടെയായിരുന്നു, ഈശോയുടെ കൂടെ വസിച്ചു. ഈശോയുടെ ജീവിതത്തിലെ ഓരോ നാഴികക്കല്ലുകളും അടുത്തറിഞ്ഞ വിശുദ്ധൻ. അങ്ങനെ ഈശോ ഈ ശിഷ്യഗണത്തിൻ്റെ ഒരു തലവനാക്കി മാറ്റുന്നു. അവസാനം അദ്ദേഹത്തെ ഈശോ വലിയൊരു നിയോഗം ഏൽപ്പിക്കുകയാണ്. നമ്മൾ പത്രോസിനെ കാണുമ്പോൾ പത്രോസിൻ്റെ കയ്യിലൊരു താക്കോല് കാണാറുണ്ട്, ഇല്ലേ? ആ താക്കോൽ എന്തുകൊണ്ടാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്? സ്വർഗത്തിൻ്റെ താക്കോല് അവനെ ഏൽപ്പിക്കുകയാണ്. ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പത്രോസിനെ ഈശോ ഉയർത്തുകയാണ്. അങ്ങനെ ആദ്യത്തെ മാർപ്പാപ്പ ഈശോയുടെ മരണശേഷം ഓടിച്ചെല്ലുന്നുണ്ട്. ഈശോയെ അടക്കം ചെയ്ത ആ ഗുഹയുടെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ പത്രോസാണ് ആദ്യമായിട്ട് ഈശോയുടെ ഉയർപ്പ് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ പത്രോസ് തന്നെയാണ് പിന്നീട് ആദ്യത്തെ അത്ഭുതം, ഈശോയുടെ ഉയർപ്പിന് ശേഷം ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത്. അങ്ങനെ 25 വർഷക്കാലം ഈശോയുടെ മരണശേഷം സഭയെ നയിച്ച മാർപ്പാപ്പ. പത്രോസിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോഴും അദ്ദേഹം ഈശോയോട് വിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ്. വിശുദ്ധിയിൽ നിന്ന് ഒരു പടി പോലും താഴോട്ടിറങ്ങാതെ ആ ഈശോയോടുള്ള ആ ബന്ധം, ഈശോയോടുള്ള ആ വലിയ കമ്മിറ്റ്മെൻറ്റിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. പോയ സ്ഥലങ്ങളിലൊക്കെ സ്ഥൈര്യലേപനം നൽകി ഒത്തിരി മക്കളെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കിയിട്ടുണ്ട്. അങ്ങനെ സഭയെ 25 വർഷം നയിച്ചു. അങ്ങനെ നീറോസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് നമുക്കറിയാം 67 അത് സംഭവിക്കുന്നത്. പത്രോസിനെ വധിക്കാനായിട്ട് ഒരുങ്ങുന്നു. പത്രോസിനെ കുരിശിൽ വധിക്കണം, അല്ലെങ്കിൽ കുരിശുമരണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, എൻ്റെ ഗുരു കുരിശിൽ കിടന്നുകൊണ്ട് മരിച്ചു, എന്നാൽ ഞാൻ തലകീഴായി കിടന്ന് മരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. രക്തസാക്ഷിത്വം വരിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി ഈ വിശുദ്ധൻ. എത്രയോ വലിയ വിശ്വാസത്തിൻ്റെ ആഴത്തിലാണ് പത്രോസ് നമുക്കൊരു മാതൃക നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്കും പത്രോസിനെ പോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരാം. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു മീൻപിടുത്തക്കാരൻ. ആ മുക്കുവനെ സംബന്ധിച്ചിടത്തോളം ഒരു പച്ചയായ ജീവിതത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ വിളിച്ചത് സഭയുടെ ദൗത്യമേൽപ്പിക്കുന്നത്. ആ ദൗത്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ട് പത്രോസ് പരിശ്രമിക്കുകയാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനായിട്ട് പത്രോസ് തയ്യാറായി. പത്രോസിൻ്റെ വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പത്രോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതിന് നല്ലൊരു ഉത്തരം കൊടുക്കുക, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയുകയാണ് പത്രോസ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പത്രോസ് കണ്ടറിഞ്ഞ, തൊട്ടറിഞ്ഞ, അനുഭവിച്ച വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് അദ്ദേഹം മടി കാണിച്ചില്ല. ആ വിശ്വാസം
അത് ജീവിക്കുവാനും ഏറ്റുപറയുവാനും പത്രോസ് തയ്യാറായി എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും വിശ്വാസത്തിൻ്റെ വക്താക്കളായി മാറേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിൻ്റെ വക്താക്കളാകുവാനായിട്ട് നമ്മൾ പറയാറുണ്ട് ബ്രാൻഡ് അംബാസിഡർ. അതെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷികളായി തീരാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. പത്രോസിനെ പോലെ പത്രോസിന് ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, സഭയെ നയിക്കുക. നീ പാറയാകുന്നു, ഈ പാറയമേൽ എൻ്റെ സഭ പണിയപ്പെടും. ആ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ വിശ്വാസം ഏറ്റുപറയുകയും അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ജീവിക്കുകയും ചെയ്ത വിശുദ്ധൻ നമുക്കൊരു മാതൃകയാണ്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ട്, വീഴ്ചകളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പത്രോസ് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് മീൻ പിടിക്കുവാനായിട്ട്. എങ്കിലും ആ തിരിച്ചറിവുണ്ടായപ്പോൾ, പെന്തക്കോസ്ത് അനുഭവം ലഭിച്ചപ്പോൾ വീണ്ടും ശക്തമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു, ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു, ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതാണ് പത്രോസിൻ്റെ ആ ജീവിതയാത്രയിൽ അദ്ദേഹം കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഈശോയെ പ്രഘോഷിച്ചു. അതിലേറെ അനേകം മക്കൾക്ക് സ്നാനം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ആ വിശ്വാസം പകർന്നു കൊടുക്കുകയാണ്. അത് പത്രോസിനെ സാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് പത്രോസിൻ്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുൻപിൽ ഉയരുന്നുണ്ട്. പത്രോസ് കണ്ടറിഞ്ഞ വിശ്വാസം, അനുഭവിച്ച വിശ്വാസം, പഠിച്ച വിശ്വാസം, തൊട്ടറിഞ്ഞ വിശ്വാസം, ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട്, അനേകം മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പത്രോസിൻ്റെ വിളിയിലൂടെ പത്രോസ് പരിശ്രമിച്ചു. നമ്മളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ വൈദികനായിട്ട്, സന്യസ്തയായിട്ട്, കുടുംബജീവിതത്തിലേക്കായിരിക്കാം, യുവാക്കളായിട്ട് നമ്മളെയൊക്കെ കർത്താവ് വിളിച്ച ആ വിളിയിൽ പത്രോസിനെ പോലെ ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് പത്രോസ് ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. ഒരു പച്ചയായ മനുഷ്യൻ. നമുക്കറിയാം, ഒരു ജോലി ചെയ്യുന്ന സമയം, സാധാരണ ഒരു ജോലിയാണ് മീൻപിടുത്തം. അത് ചെറുപ്പം മുതലേ പഠിച്ചൊരു ജോലി. ആ ചെയ്യുന്ന സമയത്താണ് ഈശോ വിളിക്കുന്നത്. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥ. ഈശോയുടെ ആ കാൽപാദത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥ പച്ചയായ മനുഷ്യൻ്റെ യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കുവാനായിട്ട്, യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുവാനായിട്ട്, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പത്രോസിനെ പോലെ എളിമയുള്ളൊരു ഹൃദയം വേണം, വിശാലമായൊരു ഹൃദയം വേണം, വിശുദ്ധിയുള്ള ഒരു മനസ്സുണ്ടാകണം. ആ കർത്താവ് വിളിച്ചത് ഇതെൻ്റെ കർത്താവാണ് എന്ന് ബോധ്യം ലഭിച്ചത് ഈ ഒരു ഹൃദയമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയത്. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി അവൻ ജീവിച്ചത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവൻ ജീവിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഞാനെന്ന ഒരു വ്യക്തിത്വം പത്രോസിനെ പോലെ ഒരു പച്ചയായ മനുഷ്യനായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഐഡിയൽ വേൾഡിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ്, സ്വപ്നലോകങ്ങളിലെ സുഖലോലോത്ഭതയിൽ. പക്ഷേ പത്രോസിൻ്റെ പച്ചയായ ജീവിതം പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ കാണുകയും ആ ജീവിതത്തിലേക്ക് ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ എനിക്ക് എന്നെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. പത്രോസിനെ പോലെ വീഴ്ചകളുണ്ടായപ്പോൾ അത് തിരുത്തുവാനായിട്ട് പത്രോസ് തയ്യാറാകുകയാണ്. അങ്ങനെ വീഴ്ചകളുണ്ടായപ്പോൾ പരിഹരിച്ചത് കൊണ്ടാണ് ആ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് പത്രോസ് കടന്നു ചെല്ലുന്നത്. സിഹിയോനൂട്ടുശാലയിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് അവർ സിഹിയോനൂട്ടുശാലയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാനയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ കൂദാശയിൽ ഈശോയുടെ ആ ശരീരവും രക്തമൊക്കെ അവർ സ്വീകരിച്ചു. ഇതാ ആദ്യത്തെ കുർബാന സിഹിയോനൂട്ടുശാലയിൽ അർപ്പിക്കപ്പെടുമ്പോൾ പത്രോസ് അവിടെയുണ്ട്. പൗരോഹിത്യം നൽകുമ്പോൾ പത്രോസ് അവിടെയുണ്ട്. താൻ
ആ ബലിയിൽ പങ്കെടുത്ത് പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് തിരിച്ചുപോയി. പക്ഷേ പരിശുദ്ധമ്മ വീണ്ടും ഈ മക്കളെ വിളിച്ചു ചേർത്തതും ആ സഹ്യനൂട്ടുശാലയിൽ വെച്ചുകൊണ്ടാണ്. ആ പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് വീണ്ടും തിരിച്ചു വരുന്നു. എളിമയുള്ള ഹൃദയവുമായി വീണ്ടും പത്രോസ് തിരിച്ചു വരികയാണ്. നിഷ്കളങ്കതയോടുകൂടെ പത്രോസ് തിരിച്ചു വന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പന്തക്കുസ്താനുഭവം പത്രോസിനും ലഭിക്കുന്നു. തുടർന്ന് ഒരു വലിയ സാക്ഷി ജീവിതത്തിനായിട്ട് പിന്നീട് അങ്ങ് 25 വർഷത്തോളം സഭയെ നയിക്കുവാനായിട്ട്, മുന്നിൽ നിന്നുകൊണ്ട് സഭയെ നയിക്കുവാനായിട്ട് പത്രോസിന് കൃപ ലഭിക്കുകയാണ്. ഈശോയ്ക്ക് പകരക്കാരനായിക്കൊണ്ട് ഇതാ പത്രോസ് ജനങ്ങളിലേക്ക്, നമ്മളിലേക്കൊക്കെ കടന്നു വന്നു. അനേകം രോഗശാന്തികൾ അവിടെ പത്രോസിൽ നിന്ന് ലഭിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യ മാർപ്പാപ്പയിലൂടെ ലഭിച്ച അനേകം കൃപകൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ഇടയാക്കിയത് പത്രോസിൻ്റെ ആ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ ആ എളിമയുള്ള ഹൃദയം, പച്ചയായ ജീവിതത്തിൽ അദ്ദേഹം നിലനിന്നതുകൊണ്ടാണ്. ഒരു യാന്ത്രിക മനുഷ്യനാകാതെ, ഒരു ഐഡിയൽ വേൾഡിൽ ജീവിക്കാതെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് പത്രോസിന് സാധിച്ചപ്പോൾ നമുക്കൊക്കെ മാതൃകയായി തീർന്നു, വിശുദ്ധനായി തീർന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പത്രോസ് ഇന്ന് ആ അധികാരം കൈമാറപ്പെടുകയാണ്. ഇന്നത്തെ മാർപ്പാപ്പയിലൂടെ അതേ ആ അധികാരവും, ഇന്നത്തെ മാർപ്പാപ്പയിലൂടെ ആ പത്രോസിന് നൽകപ്പെട്ട ആ അധികാരവുമൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പത്രോസിൻ്റെ പിൻഗാമിയായ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെയും ദൈവകൃപകൾ നമുക്ക് ലഭിക്കുന്നു. സഭയെ നയിക്കുവാനായിട്ട് നിയുക്തനായിരിക്കുന്നത്, ഈ കാലഘട്ടത്തെ നയിക്കുവാനായിട്ട് നിയുക്തനായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ പത്രോസിൻ്റെ പിൻഗാമിയെ തീർച്ചയായിട്ടും അനുസരിച്ചുകൊണ്ട് അങ്ങനെ അനുഗ്രഹമുള്ള മക്കളായി തീരുവാനായിട്ട് നമുക്ക് ഇന്നേ ദിവസം പരിശ്രമിക്കാം. കർത്താവ് സ്ഥാപിച്ച സഭ, കർത്താവ് അധികാരം നൽകിയ മാർപ്പാപ്പ, അത് തീർച്ചയായിട്ടും സഭയുടെ കെട്ടുറപ്പാണ്. ആ കെട്ടുറപ്പിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ പത്രോസ് കഴിഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. അതിനൊരു കാരണമുണ്ട്. അത്രമാത്രം തീഷ്ണതയോടെയാണ് പൗലോസ് അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ ചെയ്തത്. പൗലോസ് നമുക്കറിയാം, അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. താസൂസ് പട്ടണത്തിൽ നിന്ന് കടന്നു വന്ന ഒരു യഹൂദൻ. അദ്ദേഹം ആ യഹൂദ പാരമ്പര്യത്തിലാണ് വളർന്നു വന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മേൽക്കൂരകളൊക്കെ പണിയുന്ന, അല്ലെങ്കിൽ ചെറിയ ഭവനങ്ങളൊക്കെ പണിയുന്ന ജോലിയൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ബിരുദമെടുക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് അദ്ദേഹം കടന്നു പോകുകയാണ്. അദ്ദേഹം തുടർന്ന് താർസൂസിലേക്ക് പഠിക്കുവാനായിട്ട്, താർസൂസ് സർവകലാശാലയിൽ പഠിക്കുവാനായിട്ട് കടന്നുപോയി. അതിനുശേഷം പഠനം പൂർത്തീകരിച്ച് വരുന്നു. പിന്നീട് ഗമാലിയൻ എന്ന ഒരു റബിയുടെ കീഴിൽ അദ്ദേഹം പഠിക്കുകയാണ്. നിയമങ്ങളും അതുപോലെ തന്നെ യഹൂദ പാരമ്പര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു. നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് കടന്നു വരുന്നു. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്രമാത്രമൊക്കെ പഠിച്ചതുകൊണ്ട് ഈശോയ്ക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവൻ കടന്നു വന്നു. അങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്ന വലിയ ചിന്തയുമായിട്ട് ഓടി നടക്കുന്ന ഇടയിൽ സ്റ്റീഫൻ എന്ന ഒരു വ്യക്തിയെ കല്ലെറിയുവാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് സ്റ്റീഫൻ മാറുന്നു. അപ്പോൾ ഈ സ്റ്റീഫനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നതും സാവൂള് തന്നെയാണ്. അങ്ങനെ ഈ സാവൂള് ഒരിക്കൽ ക്രിസ്ത്യാനികളെ പിടികൂടുവാനായിട്ട് ദമാസ്കസിലേക്ക് പോകും വഴി, അദ്ദേഹം കുതിരപ്പുറത്ത് പോകും വഴിയാണ് ഒരു വലിയ പ്രകാശം കാണുകയാണ്. ആ പ്രകാശത്തിൻ്റെ രശ്മികളേറ്റുകൊണ്ട് അദ്ദേഹം താഴേക്ക് വീഴുന്നു.
അങ്ങനെ താഴേക്ക് വീണപ്പോൾ ഒരു സ്വരം കേൾക്കുകയാ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന ഒരു ചോദ്യം. സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സൗൾ അവിടെ കിടന്ന് ചോദിക്കുക, നീ ആരാണ്? അതിനുത്തരം കൊടുക്കുകയാ, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനെന്ന്. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാനുള്ള ആഗ്രഹം ജനിക്കുന്നു. അങ്ങനെ ആ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ആ വീണ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രകാശം ഉദിക്കുകയാണ്. അങ്ങനെ വീണ് കിടക്കുന്ന ഈ സാവൂളിനെ കൂടെയുള്ളവരെ പുരോഹിതനായ അനനിയാസിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുകയാണ്. അനനിയാസ് ഇതാ ആ പൗലോസിൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. പൗലോസ് എന്ന വാക്കിനർത്ഥം തന്നെ ചെറിയവനെന്നാണ്. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ആ പൗലോസിലെ ആരംഭിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് പൗലോസ് ആരംഭിക്കുകയാണ്. ക്രിസ്തുവിനെതിരെ ജീവിച്ച, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി പിന്നീട് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ, ക്രിസ്തുവിലുള്ള സ്നേഹത്താൽ ക്രിസ്തുവിന് വേണ്ടി ഇതാ കത്തിജ്വലിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. പിന്നീട് പൗലോസ് അറേബ്യയിലെ നബോത്ത എന്ന സ്ഥലത്തേക്ക് 3 വർഷക്കാലം തപസ്സെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നു. അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് തിരിച്ചു വന്ന് അപ്പസ്തോലന്മാരുടെ പക്കൽ വന്ന് ഇതാ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. അങ്ങനെ ആ നിമിഷം മുതൽ ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുകയാണ് പൗലോസ്. ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുന്ന പൗലോസ്, നമുക്കറിയാം അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി 3 യാത്രകൾ നടത്തുകയാണ്. 3 മിഷൻ യാത്രകൾ 45 മുതൽ 57 വരെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുക. നമുക്കറിയാം 3 യാത്രകൾ, മിഷൻ യാത്രകൾ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിൻ്റെ ആ വലിയ സുവിശേഷം, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഇതാ പൗലോസ് ഓടി നടക്കുകയാണ്. എത്രയോ വലിയ തീഷ്ണതയോടുകൂടിയാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് അദ്ദേഹം കൊണ്ടു കൊടുക്കുന്നത്. ആ മിഷൻ യാത്രകളിലൊക്കെ നമുക്കറിയാം എത്രയോ തീഷ്ണമതിയായ ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. എത്രയോ തീഷ്ണമതിയായിട്ട് അദ്ദേഹം ഓടി നടന്നുകൊണ്ട് ഈ 3 യാത്രകളും, മിഷൻ യാത്രകളും ഒരു വിജയകരമായിട്ട് അദ്ദേഹം പൂർത്തീകരിക്കുകയാണ്. കൂടുതലായിട്ട് വിജാതീയരുടെ ഇടയിലാണ് അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്തത്. അതുകൊണ്ട് പറയാറുണ്ട്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് പൗലോസ് തയ്യാറാകുകയാണ്. അങ്ങനെ 77 അദ്ദേഹത്തെ ഇതാ രാജാവ് കഴുത്തറുത്ത് കൊല്ലുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്യൂവിൽ എപ്പോഴും നമ്മൾ ആ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു വാള്. ആ വാള് അദ്ദേഹത്തിൻ്റെ മരണം എപ്രകാരമായിരുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ഇതാ രക്തസാക്ഷിയായി തീർന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പൗലോസ് നമുക്കൊരു മാതൃകയാണ്. 2 കാര്യങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് പൗലോസ് തീഷ്ണമതിയായ ഒരു ശിഷ്യനായി തീർന്നു, അല്ലെങ്കിൽ തീഷ്ണമതിയായ ഒരു അപ്പസ്തോലനായി തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവാണ് എനിക്ക് വിജയം, അല്ലെങ്കിൽ ക്രിസ്തുവാണ് എനിക്ക് നേട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചപ്പോൾ അത് പൂർണ്ണമായും ശക്തിയോടെ അദ്ദേഹം നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, 1-ാം സ്ഥാനം ക്രിസ്തുവിനാണെന്ന് സ്വജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനായിട്ട്, സ്വജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് വിശുദ്ധ പൗലോസിന് സാധിച്ചു. 2-ാമതായിട്ട് സഹനങ്ങൾ കടന്നു വന്നപ്പോൾ ഓടിപ്പോകുകയില്ല. ആ സഹനങ്ങളുടെ മുൻപിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ മുന്നേറുവാനായിട്ട് പൗലോസിന് സാധിച്ചു. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് മിഷൻ യാത്രകൾ നടത്തുവാൻ സാധിക്കില്ലായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ, സഹനങ്ങൾ മറികടക്കുവാൻ ക്രിസ്തുവിൻ്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ വിജാതീയരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പൗലോസിന് സാധിക്കില്ലായിരുന്നു. ആ പൗലോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ എപ്പോഴാണോ ഞാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്, ആ നിമിഷം മുതൽ
പൂർണ്ണമായും ക്രിസ്തുവിന് വേണ്ടി, അതും മരണം വരെ ക്രിസ്തുവിന് വേണ്ടി ഓടുക എന്നുള്ള ഒരു ദൗത്യം അത് പൗലോസ് ഏറ്റെടുക്കുകയാണ്. ക്രിസ്തു നമ്മെയും ദൗത്യമേൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിനെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ ദൈവം നമുക്ക് ദൗത്യം തരുന്നുണ്ട്. മാമോദീസ എന്ന കൂദാശയിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെയും നിൻ്റെയും ശിരസിൽ വിശുദ്ധ ജലം വീഴുന്ന ആ നിമിഷം മുതൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആ വലിയ വിളി സ്വീകരിച്ചവരാണ്, വിശുദ്ധിയിലേക്കുള്ള വിളി സ്വീകരിച്ചവരാണ്. എന്നാൽ ഞാനും നിങ്ങളും എപ്രകാരമാണ് ജീവിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, എനിക്കും നിങ്ങൾക്കുമൊക്കെ വിശുദ്ധരായി തീരുവാൻ സാധിക്കുമോ എന്ന്. ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ധ്യാനിക്കുന്നല്ലതാ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ജീവിതം. അവർ നമ്മെപ്പോലെ ഒരു സാധാരണ വ്യക്തികളായിരുന്നു. എങ്കിലും അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. തന്നിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ, വിശുദ്ധ പൗലോസും പത്രോസും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, തൻ്റെ ഗുരുവായ ഈശോയിൽ ആശ്രയിച്ചപ്പോൾ അവർ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരായി തീർന്നു. നമുക്കും വിശുദ്ധ പത്രോസിനെ പോലെ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലൊക്കെ വിശ്വാസം കത്തിജ്വലിച്ചത് പൗലോസിൻ്റെ ജീവിതം വഴിയാണ്. ആ പൗലോസിനെ പോലെ നമുക്കും ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാകുവാനായിട്ട്, വിശുദ്ധയാകുവാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. വചനം പറയുന്നുണ്ടല്ലോ, മുന്തിരിവള്ളി ശാഖയോട് ചേർന്നിരിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേർന്നിരുന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരായി തീരുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൻ്റെ പത്രോസും ഈ കാലഘട്ടത്തിൻ്റെ പൗലോസുമായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. പത്രോസ് ക്രിസ്തുവിനോട് ചേർന്നിരുന്ന പോലെ തന്നിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, പൗലോസ് തന്നിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിച്ചു. ക്രിസ്തുവിൻ്റെ ആ വലിയ ഹൃദയ വിശാലത ആ വിശുദ്ധർക്കുണ്ടായി. നമുക്കും ഹൃദയ വിശാലതയോടുകൂടെ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരായി തീരാം. വിശുദ്ധ പൗലോസിനെ പോലെ, വിശുദ്ധ പത്രോസിനെ പോലെ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം നമ്മളിലൂടെ പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എഴുതപ്പെടാത്ത സുവിശേഷം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പകർന്നു കൊടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ പത്രോസിലൂടെ കൈമാറപ്പെട്ട ആ വലിയ പൗരോഹിത്യ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസ് കൈമാറപ്പെടുന്ന ആ വലിയ അധികാരം ഇപ്പോഴത്തെ മാർപ്പാപ്പയിലൂടെ നമുക്കും നൽകപ്പെടുന്നുണ്ട്. ആ മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട്, സഭയോട് ചേർന്നുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് നമുക്കും ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഈ വലിയ ആഗ്രഹത്തോടുകൂടെ വിശുദ്ധ പത്രോസിൻ്റെ, വിശുദ്ധ പൗലോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളും വിശുദ്ധ പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ ബലഹീന പാത്രങ്ങളാണ്, കുറവുകളുള്ളവരാണ്. ഈശോയെ, പത്രോസിനെ നീ തിരഞ്ഞെടുത്തു, പൗലോസിനെ നീ തിരഞ്ഞെടുത്തു. സഭയുടെ മാർപ്പാപ്പയായി സഭയെ നയിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ. കർത്താവേ, ഇതുപോലെ ഞങ്ങളെയും നീ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ, കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ശ്ലീഹന്മാരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളോടൊപ്പം അമ്മ കൂട്ടായിരിക്കണമേ. ഞങ്ങളെയും ആത്മാവിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ലഭിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ.